പ്രാൺപ്രതിഷ്ഠയ്ക്കായി എല്ലാവിധത്തിലും തയ്യാറായിരിക്കുകയാണ് അയോധ്യ. അവിടെ നിന്നും രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. രഞ്ജിത്ത്, ഇപ്പോഴത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ അന്തരീക്ഷം അതെങ്ങനെയാണ്? പ്രത്യേകിച്ച് കാലാവസ്ഥ, ഒപ്പം അവിടെ ഒരു ഭക്തിയുടെ ലഹരിയിലാണ് എല്ലാവരും. എന്താണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും വെരി ഗുഡ് മോർണിംഗ് ഫ്രം അയോധ്യ. ഇവിടെ ഇന്ന് കാലാവസ്ഥ അല്പം ഒരു തണുപ്പിനും മഞ്ഞിനുമൊക്കെ ഒരു അല്പം ശമനമുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശക്തമായ മഞ്ഞുവീഴ്ചയും തണുപ്പും, പട്ടാപ്പകല് പോലും വലിയ തണുപ്പും ഒക്കെ ആയിരുന്നു ഇവിടെ അനുഭവപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമുക്കറിയാം, ഇനി 3 ദിവസം മാത്രമാണ് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് ബാക്കിയുള്ളത്. ഇന്ന് നടക്കുന്നത് ഗണേശ പൂജയും വരുണ പൂജയുമാണ്. ഈ ശ്രീകോവിലിൽ രാം ലല്ല വിഗ്രഹത്തെ വെച്ചുള്ള പൂജ ചടങ്ങുകൾ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായുള്ള പൂജകൾ ഇന്ന് നടക്കും. ഒപ്പം സരയൂ നദീ തീരത്തും വലിയ പൂജകൾ നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ അയോധ്യ ആകെ പ്രാൺ പ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങിയ സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കൂടി മാത്രമാണ് പൊതുജനങ്ങൾക്ക് അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവുക. ഇനി 3 ദിവസത്തേക്ക് പൂർണ്ണമായും പ്രവേശനത്തിന് നിരോധനമായിരിക്കും. 22-ന് ശേഷം 23 മുതലാകും പൊതുജനങ്ങൾക്ക് അമ്പലത്തിലേക്ക് എത്താനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുക. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ചരിത്രപരമായ ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകളിലാണ് അയോധ്യ എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ രാവിലെ അല്പം തിരക്ക് കുറവുണ്ട്. ഈ അല്പം തണുപ്പ് എന്നൊക്കെ പ്രതീക്ഷിച്ച് ആളുകൾ ഇങ്ങോട്ടേക്ക് വരില്ല. അല്പം കഴിഞ്ഞ് ഒരു 8 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും വലിയ തോതിൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളതാണ്. ഈ മറ്റൊരു പ്രധാന കാര്യം, ഈ യോഗി സർക്കാർ, ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ 22-ന് മത്സ്യമാംസ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. ഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും സമാനമായി തന്നെയുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല. കേന്ദ്രസേന ഇവിടെ എത്തി സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു വലിയ ചടങ്ങിന് ഈ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന, ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്ന ഒരു വലിയ ചടങ്ങിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന വാർത്ത പുറത്തു വരുന്നത്, റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അയോധ്യയിലേക്ക് പോകാൻ 200ഓളം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം അയോധ്യയിലേക്ക് ഒപ്പം അതിനോട് ചേർന്നും ഒപ്പം സ്പെഷ്യൽ ട്രെയിൻ ഓടിക്കും. ആസ്ഥ സ്പെഷ്യൽ എന്ന പേരിലായിരിക്കും ഈ തീവണ്ടികൾ ഓടുക. രാജ്യതലസ്ഥാനമായ ഡൽഹി ഉൾപ്പെടെ നഗരങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സർവീസുകൾ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഡൽഹി, മഹാരാഷ്ട്ര, തെലങ്കാന, തമിഴ്നാട്, ജമ്മു കാശ്മീർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാകും 100 ദിവസത്തേക്കുള്ള ഈ സർവീസ്. അത്തരത്തിൽ റെയിൽവേ നമുക്ക് നേരത്തെ ഈ അയോധ്യയിലേക്കുള്ള എല്ലാ സർവീസുകളും പൂർണ്ണമായി ബുക്കിംഗ് നടത്തിയിരുന്നു. ഒപ്പം തീവണ്ടി വിമാനങ്ങളിലും ബുക്കിംഗ് പൂർത്തിയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ ട്രെയിനുകൾ ഓടിക്കുക എന്ന രീതിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വലിയ വലിയ തയ്യാറെടുപ്പുകളോടുകൂടിയാണ് അയോധ്യ നഗരം ഒരുങ്ങുന്നത്. നമുക്ക് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അയോധ്യ കനത്ത സുരക്ഷയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സംഘം പഴുതടച്ച സുരക്ഷയാണ്. സൈബർ ഭീഷണി കൈകാര്യം ചെയ്ത ഉന്നതതല സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നഗരത്തിൽ നിയന്ത്രണം ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ, ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, ഇന്റലിജൻസ് ബ്യൂറോ, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി ടീം എന്നിവരും സൈബർ വിദഗ്ധരും അയോധ്യ നിയന്ത്രിക്കുന്നു. സൈബർ ലോകത്ത് പ്രചരിക്കുന്ന വിദ്വേഷകരമായ ആപ്ലിക്കേഷനുകളെ കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ക്ഷേത്രനഗരിയിൽ ഭീകരവിരുദ്ധ സ്ക്വാഡിനെ വിന്യസിച്ചു. അങ്ങനെ സർവ്വ ഒരുക്കങ്ങളും സൂക്ഷ്മതയോടെ പൂർത്തിയാക്കുകയാണ് ഭരണകൂടം. A large number of people have been deployed for ensuring cleanliness. Close to 5,000 people are deployed, including machines and all that. It makes a huge impact. We have a large number of personnel deployed for ensuring that lights, toilets, garbage and all these are catered to, and they are able to give a wonderful performance. And apart from that, all the other departments are doing their best for making this event a huge success in terms of the kind of facility for the roads, for the stay arrangements of people, for the comfort of people through the night shelters, through Rand Basera, through the arrangements in hotels, so on and so forth. 1548 ഇടങ്ങളിലാണ് CCTV ക്യാമറകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമായുള്ള ആന്റി മൈൻ ഡ്രോണുകളും അയോധ്യയിൽ വിന്യസിക്കും. അയോധ്യ ഡെസ്ക്, ന്യൂസ് 18.
ഈ രാംലല്ല വിഗ്രഹത്തിന്റെ പൂജാ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്നാനമടക്കമുള്ള വിവിധ നദികളിൽ നിന്ന് കൊണ്ടുവന്ന ജലം, പുണ്യതീർത്ഥ നദികളിൽ നിന്ന് കൊണ്ടുവന്ന ജലം അടക്കം ഉപയോഗിച്ചാണ് ഈ സ്നാന പുരോഗമിക്കുന്നത്. രാംലല്ല വിഗ്രഹത്തിന്റെ പ്രത്യേകതകൾ ഒരുപാട് വാർത്തകളിൽ വന്നതാണ്. ഏതാണ്ട് 150 മുതൽ 200ഓളം കിലോ ഭാരമുള്ള വിഗ്രഹമാണ്. അതിന് ചിത്രങ്ങൾ, മുഖം മറച്ചുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. നമ്മുടെ നാഷണൽ ചാനൽ ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. അങ്ങനെ ഏറെ പ്രത്യേകതയുള്ള ഒരു വിഗ്രഹം കൂടിയാണ് ഇത്. ഇതിന്റെ പൂജാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഒപ്പം 21-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുക. 21-ന് എത്തുകയും അദ്ദേഹം ഇപ്പോൾ ഇന്ന് ചെന്നൈയിലാണുള്ളത്. ചെന്നൈയിൽ നിന്ന് തമിഴ്നാട്ടിലാണ്. അവിടെ അദ്ദേഹം ചില സംസ്ഥാനങ്ങളിൽ അദ്ദേഹം പര്യടനം നടത്തുന്നുണ്ട്. അതിനുശേഷമാകും ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ചില വിവരങ്ങൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ ചില, നമുക്കറിയാം, നാസിക്കിൽ അദ്ദേഹം വ്രതാനുഷ്ഠാന ചടങ്ങുകൾ, 12 ദിവസത്തെ വ്രതം അനുഷ്ഠാന ചടങ്ങുകൾ തുടങ്ങിയിരുന്നു. 11 ദിനത്തെ വ്രതമാണ് അത്. ശ്രീരാമത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായാണത്. തറയിൽ കമ്പിളി പുതപ്പ് വിരിച്ചായിരിക്കും പ്രധാനമന്ത്രി ഉറങ്ങുക. കരിക്കിൻ വെള്ളം മാത്രം കുടിക്കും. പ്രത്യേക ആചാരങ്ങളും മതനിയമങ്ങളും പാലിച്ച ദിവസങ്ങൾ കഴിയും. അപ്പം വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തും. അതിരാവിലെ പ്രാർത്ഥനകൾക്കായി എഴുന്നേൽക്കും. ധ്യാനത്തിൽ മുഴുകും. ഈ ഉള്ളിയും വെളുത്തുള്ളിയും അടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കിയുള്ള സ്വാത്വിക ഭക്ഷണമായിരിക്കും അദ്ദേഹം കഴിക്കുക. വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും രാജ്യത്തുടനീളം. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ തൃപ്രയാർ ക്ഷേത്രത്തിലും ഗുരുവായൂരിലും മറ്റും എത്തിയത് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ആന്ധ്രാപ്രദേശിലെ ലേപാക്ഷിയിലെ വീരഭദ്ര ക്ഷേത്രത്തിലും നാസിക്കിലെ കലാറാം ക്ഷേത്രത്തിലും അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രിയും വലിയ ഒരുക്കത്തിലാണ്. കാരണം പ്രധാനമന്ത്രി അടക്കം 5 പേർക്ക് മാത്രമാണ് അന്ന് ഈ രാം ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടാവുക. 22-ന്റെ പ്രാൺ പ്രതിഷ്ഠാ ദിവസം അതിന്റെ ഈ പ്രധാനമന്ത്രി ഉണ്ടാകും, UP മുഖ്യമന്ത്രി ഉണ്ടാകും, ആനന്ദിബെൻ പട്ടേൽ UPയിലെ ഗവർണർ ഉണ്ടാകും, ഒപ്പം ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാരവാഹി പ്രസിഡന്റ് ഉണ്ടാകും, ഒപ്പം ഈ RSSന്റെ സർവ്വസംഘ ചാലക് ഉണ്ടാകും. അവർക്ക് മാത്രമാണ് പ്രവേശനം. അപ്പോൾ അതനുസരിച്ചുള്ള വ്രതക്രമങ്ങളടക്കം ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ദർശനമൊക്കെ കഴിഞ്ഞ് രാവിലെ 6 മണിക്കാണ് ഈ ഇവരൊക്കെ എത്തുക. ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഈ രാമഭക്തരെയാണ്. അങ്ങനെ ഇന്നും വലിയ തിരക്ക് ഇവിടെ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്ന് ദർശനത്തിന്, നേരത്തെ പറഞ്ഞതുപോലെ പൊതുജനങ്ങൾക്കായി ദർശനം നടത്താനുള്ള അവസാന ദിവസമാകുമ്പോൾ വലിയ തിരക്ക് ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഇന്നലെ ഒരു വാർത്ത നമ്മൾ ചെയ്തത്, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 92-ലാണ്, 1992-ൽ, 91-ലാണ് നമുക്കറിയാം ഇവിടെ കർഷകരുടെ പ്രക്ഷോഭം നടക്കുന്നത്. 92-ലാണ് അയോധ്യയിലെത്തിയത്. അതിനുശേഷം അദ്ദേഹം ഇവിടെ അന്നൊരു സാധാരണ പാർട്ടി പ്രവർത്തകനായി ഇവിടെ എത്തുകയും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് താമസിക്കുകയുമായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തിന് അവിടുത്തെ ആളുകൾ അദ്ദേഹത്തിന്റെ അന്നത്തെ ആ 92-ലെ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട്. അവിടെ അന്ന് താമസിച്ച ജാനകി മഹലിലെ ജീവനക്കാർ, അവരുടെ വാക്കുകളിലേക്കും ഒപ്പം മോദി താമസിച്ച മുറിയുടെ ദൃശ്യങ്ങളിലേക്കും ഒന്ന് പോകാം. രാമജന്മഭൂമിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ശ്രീ ജാനകി മഹൽ ട്രസ്റ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജാനകി മഹൽ ട്രസ്റ്റിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം 31 വർഷം മുൻപുള്ള ഒരു ചരിത്രമാണത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടുത്തെ 108-ാം നമ്പർ റൂമിൽ 1991-ൽ താമസിച്ചിരുന്നു. അദ്ദേഹം അന്ന് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായിരുന്നു. പാർട്ടിയുടെ ഏക്താ യാത്രയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ ഏക്താ യാത്രയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ മുറിയിൽ താമസിച്ചിരുന്നത്. ഇന്ന് അദ്ദേഹം ഈ മുറിയിലാണ് അദ്ദേഹം താമസിച്ചത്. 108-ാം നമ്പർ മുറിയിലാണ് മോദി താമസിച്ചത്. അന്ന് ഇവിടെ അദ്ദേഹം 4 ദിവസത്തോളം ഇവിടെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്, നമ്മൾ അറിയുന്നത്. അതിനുശേഷം അദ്ദേഹം അന്ന് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. രാമജന്മഭൂമി, അതായത് അയോധ്യ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിനു ശേഷം മാത്രമായിരിക്കും അദ്ദേഹം ഇനി ഇവിടേക്ക് വരിക എന്നുള്ളതാണ്. आपको याद है वो दिन? आप इधर था? हाँ, याद है। हम रुके थे सब, में और ये में दोनों में रुके थे। हाँ, और उस दिन वो इधर साधा पार्टी वर्कर था वो? हाँ, यहीं पर थे। और जब वो जन्मभूमि गिरा था तो सब वो अपने हाल है उसमें मीटिंग किए थे। यहीं से गए थे तो उस दिन बाबरी मस्जिद गिरा था उसी दिन। हाँ, तो इसमें कौन रहता है? इसमें तो आम यात्री को अभी दे रहे हैं। പിന്നീട് 3 വർഷം മുൻപ് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിടാനാണ് മോദി എത്തിയത്.
പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ വീണ്ടും മോദി അയോധ്യയിലെത്തുമ്പോൾ ട്രസ്റ്റ് അധികാരികളും ആഹ്ലാദത്തിലാണ്. नहीं, वो आए थे जब सोमनाथ की यात्रा लेके अडवाणी जी आए थे हमारे यहाँ, तब वो यहाँ पर आके रुके थे, यहाँ पर जलपान भोजन किए, उसके बाद वो आगे निकले. तो अडवाणी जी के साथ में मोदी जी भी थे. ജാനകി മഹൽ ട്രസ്റ്റിൽ നിന്നും പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ. അങ്ങനെ 21-ന് പ്രധാനമന്ത്രി ഇവിടെ അയോധ്യയിലെത്തും. അദ്ദേഹം അയോധ്യ ക്ഷേത്രത്തിലെത്തും. ഇവിടുത്തെ അവസാനവട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തും. 22-ന് അദ്ദേഹം നമ്മൾ അറിയുന്നതനുസരിച്ച് സരയൂ നദിയിൽ സ്നാനം നടത്തുമെന്നുള്ളതാണ്. അതിനുശേഷം അവിടെ സ്നാനം നടത്തിയ ശേഷം 2 കിലോമീറ്ററോളം സഞ്ചരിച്ച് നടന്ന് ഈ അയോധ്യ ക്ഷേത്രത്തിലേക്ക് എത്തും. അതിനു മുൻപ് ഈ തൊട്ട് അടുത്ത് കാണുന്ന ഹനുമാൻ അമ്പലത്തിലും അദ്ദേഹം ദർശനം നടത്തും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ പറഞ്ഞാൽ അദ്ദേഹം അടക്കം 5 പേർക്ക് മാത്രമാണ് അന്നിവിടെ ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഈ അയോധ്യ നഗരത്തിന്റെ ഒരു മുഖഛായ വല്ലാതെ മാറിയിരിക്കുന്നു. കാരണം കൂടുതൽ വികസന പദ്ധതികൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഒരു വലിയ സംഘം തീർത്ഥാടകരെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ സംഘം തീർത്ഥാടകരെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നു. അവരൊക്കെ ഇവിടെ എത്തി താമസിച്ച് മടങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായും വ്യാവസായികമായും ഒപ്പം ഈ താമസത്തിന്റെ കാര്യത്തിലുമൊക്കെ വലിയ കുതിച്ചുചാട്ടം ഇവരുടെ ഇടയിൽ ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതനുസരിച്ചുള്ള വലിയ സംവിധാനങ്ങൾ ഇവിടെ ഒരുങ്ങുന്നു അയോധ്യ നഗരത്തിൽ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ഈ കുറെ തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. MP सतना से आए हैं. हाँ, बहुत अच्छा लगा. हम तो रामलला के तीनों रूपों के दर्शन कर रहे हैं जो एक पिंजरे में थे. अभी जो एक छोटा रूप में मंदिर बना है और भगवान की कृपा से 22 तारीख को प्राण प्रतिष्ठा में भी दर्शन होंगे. अद्भुत मतलब नज़ारा है यहाँ का. और पूरी अयोध्या नगरी राममय हो रखी है. इसके लिए मैं जो भी इन्होंने विश्व हिंदू परिषद हो या सरकार हो, सबका बहुत बहुत धन्यवाद करना चाहता हूँ. जो इन्होंने सनातन धर्म की परंपरा के अनुसार प्रभु का जो भव्य मंदिर बनाया है. और जो पीड़ा होती थी, जो फर्स्ट टाइम मैं जब यहाँ आया था प्रभु को पिंजरे में कैद देख के, तंबू में देख के, वो आज जो इतना हर्षोल्लास हो रहा है क्योंकि प्रभु का भव्य मंदिर बन रहा है और प्रभु है तो हम हैं. जय श्री राम. हम लोग सूरत गुजरात से आए हुए हैं. हमको नरेंद्र मोदी का स्टेट सूरत से आए. नरेंद्र मोदी से मैं वहाँ का पार्षद हूँ, सूरत का था. लेकिन मेरे को लगता है कि यहाँ पे जिस तरह हमने मंगला आरती की भगवान रामचंद्र जी भगवान की, साथ में चारों भैया मतलब लक्ष्मण जी, भरत जी और शत्रुघ्न जी, और साथ में शत्रुघ्न से साथ में हनुमान जी भी विराजमान है और शालिग्राम जी. ये बहुत ही बढ़िया आरती हुई. हमारा जीवन धन्य हो गया. मैं सबका धन्यवाद करना चाहता हूँ. आदित्य योगी जी का, नंद भाई मोदी जी का और प्रशासन सरकार, हाँ, योगीनाथ जी का, सबका मैं आभार प्रकट करता हूँ कि सब गुजराती भी यहाँ पे आएंगे. अभी भी सूरत से और गुजरात से सूरत से ही 700 लोग आए हुए हैं जो भद्राचार्य जी के अनुष्ठान में बैठे हुए हैं. तो हमको बहुत आनंद मिल रहा है. मुझे विश्वास है सर्व हिंदू धर्म की गरिमा अभी उजागर होने वाली है. समग्र विश्व हिंदू सब यहाँ पे आके भगवान रामलला के दर्शन करेंगे. जय श्री राम. അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഈ അയോധ്യ നഗരത്തിൽ ഉണ്ടാകുന്ന അടിസ്ഥാന സൗകര്യ വികസനമാണ്. ഇതൊരു ചെറിയ ഒരു ഗ്രാമം ആയിരുന്നു, അതൊരു നഗരത്തിലേക്ക് വലിയ തോതിൽ കുതിച്ചുയരുന്നു. ഏറ്റവും വലിയ ക്ഷേത്ര നഗരമായി ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര നഗരമായി മാറുന്നു. ഈ വ്യവസായികളുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 50,000 കോടി രൂപയുടെ ബിസിനസ് ഈ അയോധ്യ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒട്ടാകെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിന്റെ വലിയൊരു പങ്ക് അയോധ്യയിൽ സംഭവിക്കുന്നു. അയോധ്യയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം ഇലക്ട്രിക്കൽ, ഈ പൊതുഗതാഗത സംവിധാനം ഏതാണ്ട് പൂർണ്ണമായും ഇലക്ട്രിക്കലായി മാറുന്നു. അതായത് വൈദ്യുതി വാഹനങ്ങൾ മാത്രം ഓടിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. വൈദ്യുതി ബസ്സുകൾ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും എയർപോർട്ടുകളിൽ നിന്നും സർവീസുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ 50ഓളം ബസ്സുകൾ നഗരത്തിൽ ഓടുന്നുണ്ട്. അപ്പം ഈ ഓട്ടോകൾ വളരെ പ്രധാനപ്പെട്ടതായി ഇവിടെ മാറുന്നുണ്ട്. സ്ത്രീകളാണ് 50 ഈ ഓട്ടോകളിൽ 25 ഈ ഓട്ടോകളും ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ഉത്തമ മാതൃക കൂടിയാണ് ഈ വികസന പ്രവർത്തനങ്ങൾക്കിടയിലും അയോധ്യ. സർവീസ് ആരംഭിച്ച 50 ഈ ഓട്ടോകളിൽ ഒന്നിന്റെ സാരഥിയാണ്. വനിതാ ശാക്തീകരണത്തിന്റെയൊക്കെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ രാമജന്മഭൂമിയിൽ ഈ ഓട്ടോകൾ ആരംഭിച്ചിരിക്കുന്നത്. आपको भी बहुत खुशी हो गया इस वक्त में? बहुत खुशी हो रही है सर.
आप लोगों भी आगे होना हाँ चाहिए। जी, आगे हर लेडीज को आगे बढ़ना चाहिए। ये नहीं कि पुरुष के ऊपर ही निर्भर होना चाहिए, कोई भी हो, हर किसी को आगे बढ़ने का मौका मिलना चाहिए। और इस टाइम हम लोग अयोध्या में हैं, इससे बड़ी खुशी हो ही नहीं सकती। तो हम इसलिए यहाँ पे आए हैं ताकि यहाँ की जो औरतें हैं इनको भी उत्साह होना चाहिए आगे बढ़ने का। और यहाँ पे जो अयोध्या दर्शन करने आ रहे हैं तो इनकी सेवा में हम आए हैं सर। अच्छा, तो इसका रेट वो तो हो गया ना? रेट भी नॉर्मल ही है सर, जो जैसे चलता था वैसे चल रहा है, ऐसा कुछ नहीं है कि कम या ज्यादा है। पहले आप ऑटो राइड करता था ना? हाँ जी सर, हम लोग दिल्ली में काम करते थे, वहाँ से हमें यहाँ भेजा गया है। तो अभी थोड़ा यहाँ कुछ समझ नहीं आ रहा, लेकिन थोड़ा अब अच्छा लग रहा है यहाँ पे। हाँ जी, फैमिली को भी अच्छा है। बिल्कुल, फैमिली तो पूरी सपोर्ट कर रही है सर, उन्होंने ही यहाँ भेजा है। आइडिया किसने दिया? आइडिया दिया किसी ने नहीं, बस अपना ही था कि हम भी आगे बढ़े। इसका प्रैक्टिस होना चाहिए ना राइड करने का। इसको आगे बढ़ने के लिए मेरे हस्बैंड ने सपोर्ट करा है। ഇലക്ട്രിക് ബസ്സുകളിൽ 50 യാത്രക്കാർ നിറഞ്ഞോടുന്നത്. 25 ഈ ഓട്ടോകൾ പുരുഷന്മാർ ഓടിക്കുന്നു. അങ്ങനെ പൊതുഗതാഗത സംവിധാനം മുഴുവൻ ഇലക്ട്രിക് രീതിയിൽ മാറ്റാനുള്ള ആശയമാണ് അയോധ്യയിൽ പൂർത്തീകരിക്കുന്നത്. പ്രശാന്തിനൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, അയോധ്യ. അങ്ങനെ എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് അയോധ്യ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. आप लोग किधर से? यूके, लंदन से। कब आया इधर? कल रात में जी। बहुत ही बढ़िया लग रहा है देख करके। पहले भी यहाँ पे हमारे चाचा जी आए थे जब ये मंदिर नहीं हुआ करता था, कार सेवक थे, उन्हीं के साथ आए हुए हैं, वो भी पीछे में है। बहुत ही अमेजिंग फीलिंग है और सभी के लिए बहुत बहुत जी अमेजिंग अमेजिंग फीलिंग और बहुत ही पीस का एक अनुभव यहाँ पे होता है। अभी हम लोग रात में करीब 12-1 बजे तक सरयू घाट पे ही घूम रहे थे, जो वहाँ पे लेजर शो वगैरह भी है। एंड जब आप चलते हैं व्हेन यू वॉक अराउंड द रिवर बैंक, आपको एक अंदर से बहुत ही सुखद अनुभूति होता है। सो सबों के लिए, जिन लोगों ने भी कठिन परिश्रम करके ये राम मंदिर बनाने का काज किया है, उनके लिए हाथ जोड़ करके बहुत नम आंखों से प्रणाम, श्रद्धा, थैंक यू। और ये हमारे चाचा जी हैं, एक कार सेवक थे जिस सेवा में हम लोग आए थे। भारी शरीर के चलते अपने मित्रों को ऊपर भेज देते थे ब्रैकेटिंग से, और हम नीचे रहते थे, फिर भेजते थे जाओ तोड़ो। फिर अंतिम में हम लोग ईंट और गारा लेके घरे गए थे कि देखो तुम्हारा अपमान जो है से हम लोग ध्वस्त कर दिया। जय श्री राम। जब हम लोग रास्ता में भी आ रहे थे तो 50 किलोमीटर, हम लोग गया धाम से आ रहे हैं, तो 50 किलोमीटर पहले ही सभी की आंख से आंसू गिरने लगे कि हम कहाँ पे जा रहे हैं, क्या था और क्या होने वाला है। सो इट्स लाइक ड्रीम कम ट्रू। താങ്ക് യു. അതെ, അങ്ങനെയാണ് ഈ വരുന്ന ഈ രാമഭക്തരുടെയൊക്കെ ഒരു വികാരം. അതാണ് അവരുടെയൊക്കെ ഒരു വലിയൊരു പ്രതീക്ഷ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിനൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞ അയോധ്യ എന്ന വലിയ നഗരം വളർന്നതും അത് രാജ്യത്തെ ഏറ്റവും വലിയ തീർത്ഥാടന നഗരമായി ഉയരുന്നതും. അതനുസരിച്ചുള്ള ഒരു അടിസ്ഥാന സൗകര്യ വികസനം ഇവിടെ നടക്കുന്നുമുണ്ട്. 23-ന് ശേഷം 1 ലക്ഷത്തിന് മുകളിൽ ആളുകളെ പ്രതീക്ഷിച്ചാണ് അയോധ്യ ഒരുങ്ങുന്നത്. അത്ര വലിയ ഹോട്ടലുകൾ വന്നു കഴിഞ്ഞു, വലുതോതിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഇവിടെ വരുന്നു, പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ഇവിടെ അവർ ബ്രാഞ്ചുകൾ തുടങ്ങുന്നത് വർദ്ധിപ്പിക്കുന്നു, വലിയ വലിയ ഹോട്ടൽ ശൃംഖലകൾ, പുതിയ ഹോട്ടലുകൾ സ്ഥാപിക്കുന്നു, പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടേക്ക് വരുന്നു. അങ്ങനെ ഈ 1 ലക്ഷത്തിൽ അധികം ആളുകളെ ഉൾക്കൊള്ളത്തക്ക വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അയോധ്യയിൽ നടക്കുമ്പോൾ അതിനനുസരിച്ച് ഈ സർക്കാരും മറ്റു സംവിധാനങ്ങളും മാറുകയും കൂടിയാണ്. കാരണം ശ്രീരാമ ക്ഷേത്ര ട്രസ്റ്റും തീർത്ഥ ട്രസ്റ്റും ഒപ്പം സർക്കാരും സംയുക്തമായാണ് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത്. ഇന്ന് മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ ഈ അയോധ്യ രാമക്ഷേത്രത്തെ കുറിച്ചുള്ള അതിൻ്റെ
പ്രതിഷ്ഠാ ചടങ്ങ് അതിൽ നിരവധി ആളുകളെ ക്ഷണിച്ചിരുന്നു, ക്ഷണിക്കാത്തവരുമുണ്ട്. കാരണം ഇത് രാഷ്ട്രീയമാണ് ഇതിന് പിന്നിൽ എന്നാണ് നിരന്തരമായി ഉയരുന്ന ഒരു ആരോപണം. അപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി മകൻ അവിടുത്തെ ഉദയനിധി സ്റ്റാലിൻ്റെ വാക്കുകൾ ഉള്ളത് അത് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമില്ലെന്നും പോകില്ലെന്നുമാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. ആരുടെ വിശ്വാസത്തിനും ഞങ്ങൾ എതിര് നിന്നിട്ടില്ല, പള്ളി പൊളിച്ച് ക്ഷേത്രം പണിതിനെ മാത്രമാണ് കരുണാനിധി ചോദ്യം ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് 18ന്റെ AIDMK BJPയുടെ പ്രാദേശിക ഘടകമായി മാറിയെന്നും സ്റ്റാലിൻ ന്യൂസ് 8 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. സ്റ്റാലിന്റെ വാക്കുകളിലേക്ക്. எனக்கு அழைப்பு வரலைங்க, வந்தாலும் நான் போக மாட்டேங்க. அரசியல் பண்றாங்க, ஆன்மீகம் கிடையாது. ஆன்மீகத்தை வச்சு கடவுள் பேரை வச்சு அரசியல் பண்ணும்போது அதுக்கு உடன்பாடு இல்லைன்னு நம்முடைய பொருளாளர்கள் கூட அறிவிச்சிருக்கு. അങ്ങനെ രാജ്യമൊട്ടാകെ ഈ അയോധ്യയിലെ പ്രാൺപ്രതിഷ്ഠ വലിയ ഒരു ആഘോഷമായി കൊണ്ടാടുന്നു. അങ്ങിങ്ങെ ചില രാഷ്ട്രീയ വിവാദങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ എന്നുള്ളതും സത്യമാണ്. അതിന്റെ ഭാഗമായാണ് സ്റ്റാലിന്റെ വാക്കുകൾ. പക്ഷേ കോൺഗ്രസിൽ ഇവിടുത്തെ സംസ്ഥാന ഘടകത്തിലടക്കം വലിയ അതൃപ്തി പുകയുന്നു. മധ്യപ്രദേശിൽ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ പലരും ഇങ്ങോട്ടേക്ക് വന്ന് രാമക്ഷേത്ര ദർശനം നടത്തുമെന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഈ BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതെന്ന് പറയുമ്പോഴും വലിയ തോതിലുള്ളൊരു അംഗീകാരം ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പല രാഷ്ട്രീയ കക്ഷികളെയും അസ്വസ്ഥരാക്കുന്നത്. പക്ഷെ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഇവിടെ കാരണം രാഷ്ട്രീയമല്ല ഇവിടെ പ്രധാന വിഷയം. ഇവിടെ രാമഭക്തി മാത്രമാണ്. കാലങ്ങളായി കാത്തിരുന്ന ഒരു ക്ഷേത്രം അത് യാഥാർത്ഥ്യമാകുന്നു എന്ന ഒരു മനസ്സാണ് വിശ്വാസികൾക്കുള്ളത്. അതനുസരിച്ചുള്ള മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. അയോധ്യ പോലെ ഒരു വലിയ നഗരം അത് വലിയൊരു നഗരമായി മാറുന്നു, ഒരു ക്ഷേത്ര നഗരമായി മാറുകയും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുമ്പോൾ പ്രാദേശികമായും ജനങ്ങൾ വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ട്. ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ വാർത്തകൾക്കൊപ്പം നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് അക്ഷതം എന്നുള്ളത്. ഈ ഹൈന്ദവ ആചാരപ്രകാരമുള്ള മിക്ക പൂജകളിലും അക്ഷതം ഉപയോഗിക്കാറുണ്ട്. കാരണം നമ്മൾ കണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കും സിനിമാ താരങ്ങൾക്കും ഒക്കെ അക്ഷതം കൊടുത്താണ് അതാത് പ്രദേശത്തെ ഹൈന്ദവ സംഘടനകൾ അവരെ അയോധ്യ ക്ഷേത്രത്തിന്റെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അക്ഷതം എന്ന വാക്ക് ഏറെ ശ്രദ്ധ നേടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ഗുരുവായൂരിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ ചടങ്ങിൽ പങ്കെടുത്ത വധൂവരന്മാർക്കും ഒപ്പം മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ അക്ഷതം കൊടുക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. എന്താണ് അക്ഷതം, അക്ഷതത്തിന്റെ പവിത്രത എന്താണ്, ആ ഒരു എക്സ്പ്ലെയിനർ കാണാം. അയോധ്യയിൽ പൂജിച്ച അക്ഷതം ലഭിക്കുന്ന വാർത്തകൾ വന്നതോടെ അക്ഷതം എന്താണെന്ന ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. അക്ഷതം എന്നാൽ ക്ഷതമില്ലാത്തത് അഥവാ പൊട്ടാത്തത് എന്നാണ് അർത്ഥം. ഹിന്ദുക്കളുടെ മിക്ക പൂജകളിലും അനുഷ്ഠാനങ്ങളിലും അക്ഷതം ഉപയോഗിക്കുന്നു. ഷോഡാശോപാചാരങ്ങളിൽ വസ്ത്രം, ആഭരണം, ഉത്തരീയം മുതലായ ദ്രവ്യങ്ങൾ ഇല്ലാത്ത അവസരങ്ങളിൽ ആ സ്ഥാനത്ത് അക്ഷതം സമർപ്പിക്കാറുണ്ട്. ധവളമെന്നും ദിവ്യമെന്നും ശുഭമെന്നും അക്ഷതത്തെ വിശേഷിപ്പിക്കുന്നു. മഞ്ഞൾപ്പൊടിയും അക്ഷതവും ചേർത്ത് ദേവതകൾക്ക് അർച്ചന ചെയ്യാറുമുണ്ട്. വിവാഹങ്ങളിൽ വധൂവരന്മാരുടെ ശിരസിൽ അക്ഷതം തൂവി അനുഗ്രഹിക്കുന്ന പതിവുമുണ്ട്. അക്ഷതം കയ്യിലെടുത്ത് ധ്യാനിക്കുകയോ ജപിക്കുകയോ ചെയ്ത ശേഷം ആളുകളിലേക്ക് വിതറിയാണ് അനുഗ്രഹിക്കുന്നത്. പൂജകളിൽ ചെയ്യുന്ന സങ്കല്പങ്ങളും പ്രാർത്ഥനകളും മൂർത്തിയിലേക്ക് ചേർക്കാൻ അക്ഷതം ഉപയോഗിക്കും. പൂജകളിൽ പങ്കെടുക്കുന്നവരുടെ കയ്യിൽ അക്ഷതം കൊടുത്ത് പ്രാർത്ഥനകൾ അക്ഷതത്തിലേക്ക് എത്തിച്ച് മൂർത്തിയിലേക്ക് സമർപ്പിക്കുന്നതാണ് രീതി. മഞ്ഞൾപ്പൊടി പാകത്തിൽ കലർത്തിയ അക്ഷതം മന്ത്രോച്ചാരണത്തോടെ ദേവതകൾക്ക് സമർപ്പിച്ച ശേഷം ഭക്തർക്ക് വിതരണം ചെയ്യാറുമുണ്ട്. ദേശവ്യത്യാസമനുസരിച്ച് അക്ഷതം തയ്യാറാക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും വ്യത്യാസമുണ്ട്. ഏതു തരത്തിലുള്ള ധാന്യം കൊണ്ടും അക്ഷതം തയ്യാറാക്കാം. എന്നാൽ ഏതു ധാന്യമായാലും പൊട്ടാൻ പാടില്ല എന്നതാണ് അടിസ്ഥാന കാര്യം. പൊട്ടുകയോ പൊടിയുകയോ ചെയ്യാത്ത ധാന്യമാണ് അക്ഷതം. കേരളീയ സമ്പ്രദായത്തിൽ സാധാരണ ഉണക്കലരിയും നെല്ലും 2:1 അനുപാതത്തിൽ കൂട്ടിച്ചേർത്താണ് അക്ഷതം തയ്യാറാക്കുന്നത്. എന്നാൽ അരിക്ക് പകരമായി കടുകും എള്ളും ചേർത്ത അക്ഷതവും ഉപയോഗിക്കാറുണ്ട്. തമിഴ്നാട്ടിൽ നെല്ല് ഉപയോഗിക്കാറില്ല. ഉണക്കലരിക്ക് പകരം പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. പച്ചരിയിൽ മഞ്ഞൾപ്പൊടിയോ കുങ്കുമമോ ചേർത്ത് ഉപയോഗിക്കുന്നു. ഉത്തരേന്ത്യയിൽ കൂടുതൽ ലഭിക്കുന്ന ധാന്യമായ ഗോതമ്പാണ് ഉപയോഗിക്കുന്നത്. ഗോതമ്പ് മണികളിൽ മഞ്ഞൾപ്പൊടിയോ കുങ്കുമമോ ചേർത്ത് ഉപയോഗിക്കും. പൂജാകർമ്മങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായ തത്വങ്ങൾ ഉപയോഗിക്കുന്നു. പുഷ്പം ആകാശതത്വമായിട്ടുള്ളതാണ്. പുഷ്പമില്ലെങ്കിൽ അക്ഷതം കൊണ്ട് പൂജ പൂർത്തിയാക്കാം എന്നാണ് സങ്കല്പം. അക്ഷതം ഒരേ സമയം തന്നെ ഭൂമി, ആകാശം എന്നീ തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ടാണിത്. കേരളത്തിലെ പൂജാ സമ്പ്രദായങ്ങളിൽ നെല്ലിനെ സ്വർണമായും അരിയെ വെള്ളിയായും സങ്കല്പിക്കാറുണ്ട്. വഴിപാടംശം പോലെ പാവനവും പരിശുദ്ധവുമായതിനാൽ പൂജ കഴിഞ്ഞ് തിരികെ ലഭിക്കുന്ന പുണ്യമാർന്ന അക്ഷതം പവിത്രമായി സൂക്ഷിക്കേണ്ടതുമാണ് എന്നാണ് സങ്കല്പം.
ഈ മറ്റൊരു പ്രധാന മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാരും UP സർക്കാരും ഒക്കെ നൽകുന്നത് ഇവിടെ VIP ദർശനത്തിന് സൗകര്യമൊരുക്കാം, പ്രസാദം ഓൺലൈനായി വിതരണം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിവിധ ആപ്ലിക്കേഷനുകൾ, വിവിധ ആപ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ വ്യാജ ആപ്പുകളാണ്. VIP ദർശനം ഇവിടെ ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം പ്രസാദം ഓൺലൈനായി നൽകുന്ന സംവിധാനവും അയോധ്യ ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല. ഒപ്പം നിരവധിയായ തട്ടിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ സൈബർ ലോകത്ത് വ്യാപിക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ ആ കാര്യത്തിലുമൊക്കെ ഒരു ജാഗ്രത പുലർത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ IT സെൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നതിനൊപ്പം ഈ പറഞ്ഞ പോലെ പൊതുജനങ്ങൾക്ക് പല വിധത്തിലുള്ള മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമായ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ VIP പരിഗണന ആർക്കും ഉണ്ടാകില്ലെന്നും പ്രസാദമൊന്നും ഓൺലൈൻ നൽകില്ലെന്നും വീണ്ടുമുള്ള മുന്നറിയിപ്പുകൾ, ഒപ്പം ഈ മൈക്ക് അനൗൺസ്മെന്റും ഒക്കെ ഇവിടെ കാര്യമായി തന്നെ ഇന്നലെ മുതൽ നൽകുന്നുണ്ട്. കാരണം അത്തരം ആപ്പുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അതനുസരിച്ചുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനുശേഷം മറ്റു കാര്യം, ഇവിടെ ഈ 23 മുതലാണ് ദർശനം ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ പൂജ ചെയ്യുന്ന രാംലല്ല വിഗ്രഹത്തിനൊപ്പം ഭരതന്റെയും ശത്രുഘ്നന്റെയും ലക്ഷ്മണന്റെയും ഇവരുടെ 3 പേരുടെയും ബാലരൂപത്തിലുള്ള വിഗ്രഹങ്ങളും പുതിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ 4 വിഗ്രഹങ്ങൾ ഈ പുതിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുള്ള പൂജകളാകും ഉണ്ടാവുക. മൈസൂരിൽ നിന്നുള്ള ശില്പി രാം അരുൺ യോഗി രാജ് നിർമ്മിച്ച പുതിയ രാംലല്ല വിഗ്രഹമാണ് ഇപ്പോൾ അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേരത്തെ പറഞ്ഞതുപോലെ 150 മുതൽ 200 വരെ കിലോഗ്രാം ഭാരമുള്ള ഒരു വിഗ്രഹമാണ് ഇത്. ഈ പ്രായശ്ചിത്ത കർമ്മ പൂജകൾ, മൂർത്തിയുടെ പരിസര പ്രവേശനം, ഇന്ന് ഔഷധക്കൂട്ടുകളും കസ്തൂരി നെയ്യും വിവിധ ധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള സ്നാനം എന്നിവയാണ്. ഈ 19-ാം തീയതി ഇന്ന് ഔഷധക്കൂട്ടുകളും കസ്തൂരി നെയ്യും വിവിധ ധാന്യങ്ങളും ഉപയോഗിച്ചുള്ള സ്നാനമാണ് ഇന്ന് നടക്കുന്നത്. 20-ന് നാളെ മധുരം, ഫലകങ്ങൾ എന്നിവയുപയോഗിച്ചുള്ള പൂജാവിധികൾക്ക് ശേഷമാകും മറ്റന്നാൾ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അങ്ങനെ 121 ആചാര്യന്മാർ പങ്കെടുക്കുന്ന വലിയ പൂജാ ചടങ്ങുകൾ, താന്ത്രിക വിധിപ്രകാരമുള്ള വലിയ പൂജ ചടങ്ങുകളാണ് എന്റെ തൊട്ടുപിറകിൽ കാണുന്ന അയോധ്യ ക്ഷേത്രത്തിൽ നടക്കുന്നത്. കാശിയിലെ ലക്ഷ്മികാന്ത് ദീക്ഷിതിന്റെ കാർമ്മികത്തിലാണ് കർമ്മങ്ങൾ. പ്രതിഷ്ഠാ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം 4 പേർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം ഉണ്ടാവുക എന്നുള്ള വിവരങ്ങളും നമ്മൾ നേരത്തെ പങ്കുവച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരുക്കങ്ങളെല്ലാം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ട്. അതൊക്കെ അത്തരത്തിൽ തന്നെ എല്ലാ കോർഡിനേഷനോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ ആധുനിക സംവിധാനങ്ങളോടുകൂടി ഇവിടെ നടക്കുന്നു. വാഹനങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊന്നും ഈ അയോധ്യ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം, ഈ വഴിയിൽ കൂടി പോലും പ്രവേശനമില്ല. വാഹനങ്ങളെ തടയാനുള്ള സംവിധാനം അടക്കമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും പൂർണ്ണമായ തോതിലുള്ള ഒരു സംവിധാനമാണ് അയോധ്യയിലുള്ളത്. അയോധ്യയുമായി ബന്ധപ്പെട്ട നമ്മുടെ കേരളത്തിൽ നടക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. ക്ഷേത്രത്തിനായി വർഷങ്ങൾക്ക് മുൻപ് ചുവരെഴുത്തുണ്ടായ സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ ചേറ്റുകുണ്ട് എന്ന സ്ഥലം. രാമക്ഷേത്രത്തിനായി അന്ന് എഴുതിയത് ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ വലിയ സന്തോഷത്തിലാണ് ചേറ്റുകുണ്ടിലെ വിശ്വാസികൾ. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ ചേറ്റുകുണ്ട് റെയിൽവേ ഗേറ്റിന് സമീപത്താണ് ഈ പഴയ കെട്ടിടവും ചുമരെഴുത്തുമുള്ളത്. 1989 രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആഹ്വാനപ്രകാരം രാമജന്മഭൂമി ക്ഷേത്രത്തിനായി രാജ്യമെമ്പാടും ചുവരെഴുത്ത് നടത്തിയത്. നാട്ടിൽ പലയിടത്തും ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നെങ്കിലും ചേറ്റുകുണ്ടിലെ ചുവരെഴുത്ത് മാറ്റാൻ സമ്മതിച്ചില്ല. അന്ന് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിനായി ആഗ്രഹിച്ചിരുന്നെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയില്ലായിരുന്നു. RSSന്റെ നേതൃത്വത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അയോധ്യ പ്രക്ഷോഭം ഏറ്റെടുക്കുന്ന സമയത്ത് ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഈ പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. ഇതിന് കർസേവകർ, സ്വയം സേവകരായി പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്ത് എല്ലാ പ്രദേശങ്ങളിലും ശിലാപൂജനം നടത്തിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ശിലാപൂജനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചുമരെഴുത്തുകൾ എഴുതണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും ചുമരെഴുത്ത് എഴുതിയത് ചേറ്റുകുണ്ടിൽ. അപ്പോൾ മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെ ആ ചുമരെഴുത്തുകൾ മായ്ക്കപ്പെട്ടു. ഇവിടെ അത് RSS ഹൈന്ദവ സംഘടനകളുടെ ഈറ്റില്ലമാണ് ചേറ്റുകുണ്ട് എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സഹോദരിമാർ അത് മായ്ച്ചു കളയാൻ വേണ്ടി അനുവദിച്ചില്ല, അതിനെ സംരക്ഷിച്ചു. അതുകൊണ്ടാണ് അത് ഇത്ര കാലമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കേടുപാടും സംഭവിക്കാതെ അത് നിലനിൽക്കുന്നത്. തർക്കഭൂമി തകർക്കപ്പെട്ട കാലങ്ങളിൽ ചേറ്റുകുണ്ടിൽ നിരവധി അക്രമങ്ങൾ അരങ്ങേറിയിരുന്നു. രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ പഴയതെല്ലാം മറന്ന് സന്തോഷത്തിലാണ് വിശ്വാസികൾ. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളും പ്രത്യേക പൂജകളും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകൾ. ന്യൂസ് 18 കാസർഗോഡ്. ഇന്ന് രാവിലെ ഈ അയോധ്യയിൽ വിശ്വാസികളുടെ, ഭക്തജനങ്ങളുടെ ഒരു ചെറിയ കുറവുണ്ട്. അതിന്റെ കാരണം ഇന്നുകൂടി മാത്രമാണ് പ്രവേശനം ഉണ്ടാവുക. നാളെ മുതൽ പ്രവേശനം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി 23-ന് വന്ന്
ഈ പുതിയ ക്ഷേത്ര പ്രതിഷ്ഠ കാണാം എന്നുള്ള വിശ്വാസത്തിലായിരിക്കും പലരും. പക്ഷെ അപ്പോഴും കുറച്ച് കഴിഞ്ഞ് ഈ ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇത് അവസാന ദിവസമാണ്. 3 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഉണ്ടാവുക. പഴയ ക്ഷേത്രത്തിലെ നേരത്തെയുള്ള വിഗ്രഹം കാണാനുള്ള അവസാന ദിവസം കൂടിയാണ് ഇന്ന്. അതിനുശേഷം പുതിയ വിഗ്രഹമായിരിക്കും 23 മുതൽ വിശ്വാസികൾക്കായി ദർശനത്തിന് സൗകര്യമൊരുക്കി ഉണ്ടാവുക. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഒരു ചടങ്ങിന്, വർഷങ്ങളായി കാത്തിരുന്ന ഒരു ചടങ്ങിന് അതിന്റെ അവസാന ഘട്ട തയ്യാറെടുപ്പുകളാണ് അയോധ്യയും പരിസരവും. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു, ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 7000-ൽ പരം ആളുകൾ, പ്രത്യേക ക്ഷണിതാക്കളായ 7000-ൽ പരം ആളുകൾ, മലയാളികളടക്കമുള്ള ആളുകളുണ്ട്, അയോധ്യയിലെത്തും. അത് തമിഴിലെയും തെലുങ്കിലെയും കന്നഡയിലെയും ഹിന്ദിയിലെയും മറ്റും സൂപ്പർ താരങ്ങളടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുമെന്നും ഈ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ള വിവരം പുറത്തു വന്നു കഴിഞ്ഞു. ഇവർക്കെല്ലാമുള്ള താമസ സൗകര്യങ്ങൾ സർക്കാരും ക്ഷേത്ര ട്രസ്റ്റും നേരിട്ടാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. കാരണം വിശിഷ്ട അതിഥികളാണ്. ചാർട്ടർ ചെയ്ത വിമാനങ്ങളിലായിരിക്കും പല ആളുകളും ഇങ്ങോട്ടേക്ക് എത്തി ഈ ചടങ്ങിൽ പങ്കെടുക്കുക. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ചടങ്ങ്. അന്ന് പൊതുജനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനമില്ലാത്തത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് പ്രത്യേക ഉപഹാരങ്ങളും നൽകുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. പ്രമുഖർ നിരവധി പേരുണ്ടാകും. ഒപ്പം ഇവിടെ ഈ സരയൂ നദിക്കരയിലടക്കം വലിയ പർണശാലകൾ കെട്ടിയിട്ടുണ്ട്, വലിയ ടെന്റ് സിറ്റികൾ ഒരുങ്ങിയിട്ടുണ്ട്. അവിടെ താമസമുണ്ടാകും, പൂജകളുണ്ടാകും. ഒപ്പം മറ്റൊരു സ്ഥലത്ത് ഈ അയോധ്യ ക്ഷേത്രത്തിലേക്ക് നിയമിക്കാൻ പോകുന്ന പുതിയ പൂജാരിമാരുടെ പഠനം അത് നടക്കുന്നത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഓരോ മേഖലയിലും വലിയ തോതിലുള്ള മാറ്റങ്ങളോടെ, വലിയ തയ്യാറെടുപ്പുകളോടെയാണ് ഈ അയോധ്യയിലെ പ്രാൺപ്രതിഷ്ഠ ചടങ്ങിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഇനിയും ഓരോ മണിക്കൂറുകളിലും അയോധ്യയിലെ ഓരോ സ്പന്ദനവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 സംഘം അയോധ്യയിലുണ്ടാകും. തൽക്കാലം മറ്റു വാർത്തകളിലേക്ക് ബാക്ക് ടു സ്റ്റുഡിയോ.